ഭർത്താവ് സാർ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി നമ്മളൊരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് പ്രാധാന്യമുള്ളൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് ഇപ്പോഴ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കുറച്ച് വിവാദമായിട്ടുള്ള കാര്യമാണ് ഈ കേരളത്തിലെ കുംഭമേള എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ അതായത് ഇപ്പം ഞാൻ ജനിച്ചതിന് ശേഷമൊക്കെ ആദ്യമായിട്ടാണ് ഈ കേരളത്തിലൊരു കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നതിന്. ഇപ്പോൾ കുംഭമേളയൊക്കെ പണ്ട് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ അവിടെ കുംഭമേള നടത്തി. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ കേരളത്തിൽ ഈ കുംഭമേള വരാനുള്ള കാരണം അതിനെന്തെങ്കിലും ചരിത്ര പ്രാധാന്യം ഉണ്ടോ? പിന്നെ അതിനൊരു മാഘോത്സവം എന്നും അങ്ങനെയും പറയുന്നുണ്ട്. അത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അതെന്താണ്? കേരള ഈ ഈ കുംഭമേള കേരളത്തിൽ നടക്കുന്ന ഈ കുംഭമേളയ്ക്ക് എന്തെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ളതായിട്ട് സാറിൻ്റെ അറിവിലുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കുംഭമേള എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു പേര്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, ചരിത്രപരമായിട്ട് മനസ്സിലാക്കുന്നത് മാമാങ്കം എന്നൊരു പേരിനോട് ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്. സാമൂതിരിയായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഒരു മാമാങ്ക കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പം മാമാങ്കം എന്ന് പറയുന്നത് തിരുനാവായയുടെ തീരങ്ങളിൽ നടത്തപ്പെട്ട 12 വർഷത്തിലൊരിക്കലും നടത്തപ്പെട്ട മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒത്തുചേരലായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മാമാങ്കം എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു പേര് തന്നെയുണ്ട്. ആ പേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മഹാമാഘം എന്നുള്ള ഒരു വാക്കിനോട് ബന്ധപ്പെട്ടൊക്കെയാണ് അത് വരുന്നത്. അതായത് നമ്മുടെ ഈ വേഴം ഉണ്ടല്ലോ, വേഴം എന്ന് പറയുന്ന ആ നക്ഷത്രത്തിൻ്റെ ഒരു യാത്ര, ഭൂമിയെ ചുറ്റുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത്, അതിൻ്റെ ഒരു ഭ്രമണപഥത്തിൽ അതിൻ്റെ സഞ്ചാരത്തോട് വേഴവട്ടം എന്ന് പറയുന്നത് 12 വർഷങ്ങളാണ് അത് ഭൂമി ചുറ്റാൻ വേണ്ടി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ 12 വർഷം എടുക്കുമ്പോൾ ഒരു വർഷവും ഒരു രാശിയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 12 രാശിയിലേക്ക് അത് എത്തുമ്പോഴാണ് ഈ 12 വർഷമാകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കർക്കിടകം രാശിയിൽ ഈ പറയുന്ന വേഴം എത്തുന്ന സമയത്ത് ആ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ആ വർഷമുണ്ടല്ലോ, ആ വർഷത്തെ മാഘമാസം എന്ന് പറയുന്ന ശകവർഷത്തിലുള്ള ആ ഒരു കലണ്ടറോട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ആ ഒരു മാഘമാസം, ആ മാഘമാസത്തിലും മകം നാളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽ എന്ന് പറയുന്നത് ഭാരതപ്പുഴയിൽ അന്ന് ഈ പറയുന്ന ഈ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ഇതിനോട് ബന്ധപ്പെട്ട് ഈ മഹാമാഘം എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് തുടങ്ങുന്നത്. അത് പിന്നെ ലോപിച്ചാണ് പിന്നീട് ഈ മാമാങ്കം എന്ന പേരിലേക്ക് മാറുന്നത്. അപ്പൊ അതായിരുന്നു ഇവിടെ നടത്തപ്പെട്ടിരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളിതിനെ കുംഭമേളയെന്നോ അതല്ലെങ്കിൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലെല്ലാം നിലനിന്ന് പോകുന്ന ആ ഒരു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തുചേരലിന്റെ ഭാഗമായിട്ടല്ല കണക്കാക്കി. ഇതൊരു ശരിക്കും പറഞ്ഞ കേരളത്തിന്റെ ഒരു ഐക്യത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അതിനു മുമ്പുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ മേൽക്കോയ്മ പ്രകടിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്ന ഒരു പരിപാടിയായിട്ട് നിലനിന്നിരുന്നു. വേറൊരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരം പിടിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ഈ മാമാങ്കത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാജാക്കന്മാരുടെ അധിപൻ എന്നുള്ള ഒരു അടയാളമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ കേരളത്തിലെ ഈ മാമാങ്കം നടന്നു പോയിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ മാമാങ്കം എന്ന് പറയുന്നതിന് തുടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാരതപ്പുഴയിൽ ഈ പറയുന്ന ഗംഗാനദിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനോടെല്ലാം ബന്ധപ്പെട്ടല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. നമുക്കറിയാവുന്ന കേരളത്തിലേക്ക് ഈ ബ്രാഹ്മണ സമുദായത്തിന് അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിന്റെ ഒരു വളർച്ചയുടെ കാലഘട്ടം അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ ചരിത്രം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 9ാം നൂറ്റാണ്ട് മുതലേ കൃത്യമായിട്ടുള്ള ചരിത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് രണ്ടാമത്തെ കുലശേഖരന്മാരുടെ കാലഘട്ടം മുതലുള്ള ചരിത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് മിത്തിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന കേട്ടുകേൾവികൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നിലനിൽക്കുന്ന കേരളത്തിന്റെ ഒരു ചരിത്രം മാമാങ്കത്തോട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ പറയുന്നത് കേരളത്തിലേക്ക് വന്ന ഈ നമ്പൂതിരി സമുദായം അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗങ്ങൾ അവരുടെ ഒരു ഐക്യം, അല്ലെങ്കിൽ കേരളത്തിൽ അവർ ഏത് നിലയ്ക്ക് നിലനിൽക്കണമെന്നുള്ളതിനെ പോലുള്ള ചർച്ചകൾ ഇവർ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ ഈ പറയുന്ന നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളെല്ലാം ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ഒരു ഉന്നതി ഉണ്ടാകാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ അന്ന് പറഞ്ഞിരുന്നത് പന്തീരാണ്ട് സഭയെന്നാണ് പറഞ്ഞിരുന്നത്. പന്തീരാണ്ട് സഭ 12 വർഷങ്ങൾ കൂടുമ്പോൾ നടത്തുന്ന ഒരു സഭ എന്ന രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാലഘട്ടം കഴിയുന്നതനുസരിച്ച് കേരളത്തിൽ ഈ ബ്രാഹ്മണ വിഭാഗത്തിന്റെ മേധാവിത്വം വർദ്ധിച്ചപ്പോൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കൂടിച്ചേരൽ ഇവിടുത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഭരണാധികാരികൾ വളരെ ആകാംക്ഷപൂർവ്വമാണ് നോക്കിക്കാണാൻ തുടങ്ങിയത്.
അങ്ങനെ വരുമ്പോഴാണ് ചേരമാൻ പെരുമാളിനോട് ബന്ധപ്പെട്ട് വരുന്നത്. നമുക്കറിയാം ചേരമാൻ പെരുമാളിന്റെ കഥകളും ഈ പറയുന്ന മിത്തിനോട് ബന്ധപ്പെട്ട വരുന്നത്. ചേരമാൻ പെരുമാൾ ഈ പറയുന്ന ഒരു കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങി. ചേരമാൻ പെരുമാൾ ഈ പറയുന്ന ബ്രാഹ്മണ സമുദായം നടത്തുന്ന ആ ഒരു ഈ പറയുന്ന സമ്മേളനത്തെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ചേരമാൻ പെരുമാളിനെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളുടെ മാമാങ്കത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അന്ന് മാമാങ്കം പേര് വന്നിട്ടില്ല, പന്തീരാണ്ട് സഭയെന്നാ വന്നിട്ടുള്ളത്, അങ്ങനെയാണ് ആ ഒരു പേരാണ് ആദ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ രാജ്യത്തിന്, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ചേര രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ഈ രാജാവ് അല്ലെങ്കിൽ ചേരമാൻ പെരുമാളിനോട് ബന്ധപ്പെട്ടവർ ഇത് ഏറ്റവും കൂടുതൽ എന്താ പറയുക അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം രക്ഷാപുരുഷനായിട്ട് ഈ ബ്രാഹ്മണ വിഭാഗങ്ങൾ ചേരമാൻ പെരുമാളിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെല്ലാം പിന്നെ വേഴവട്ട പെരുമാക്കന്മാരെന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് 12 വർഷത്തിൽ ഇതിന്റെ ആധിപത്യം അല്ലെങ്കിൽ അതിന്റെ രക്ഷാപുരുഷനായിട്ട് നിന്നുകൊണ്ട്. അപ്പോൾ രക്ഷാപുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണന്മാരുടെയോ നമ്പൂതിരിമാരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവർക്ക് പ്രിയപ്പെട്ട ഒരു രാജാവ് എന്നുള്ള രീതിയിലാണ് രക്ഷാപുരുഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ രക്ഷാപുരുഷന്റെ സ്ഥാനത്തേക്ക് ഈ പറയുന്ന പെരുമാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയമായ ഒരു അടയാളമായിട്ട് മാറും. നേരത്തെ ഇത് മതപരമായ ഒരു അടയാളമായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊരു രാഷ്ട്രീയമായ ഒരു അടയാളമായിട്ട് മാറുകയാണ്. കാരണം അതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ചേരവംശത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചേരനാട്ടിൽ ഏറ്റവും ഉത്തമമായ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നീട് ജനങ്ങളൊരു പ്രവാഹം തന്നെ ഉണ്ടാകും. അങ്ങനെ കച്ചവടക്കാർ വരുന്നു, അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിലുള്ള സമുദായത്തിലുള്ള ആൾക്കാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സമ്പത്ത് ഒഴുകുന്നുണ്ട് അവിടെ. അപ്പോൾ കച്ചവടം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് അത് പോകുന്നത്. പിന്നീട് രണ്ടാമത്തെ ചേരവംശത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ ഒരു അധപ്പതനമുണ്ട്. 1102 ബന്ധപ്പെട്ടാണ് ഇളംകുളം കുഞ്ഞമ്പിളയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനുശേഷം വരുമ്പോൾ ചേരമാൻ പെരുമാക്കളിൽ നിന്നും അതിന്റെ ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി രാജവംശത്തിന് കിട്ടുകയാണ്. അപ്പൊ പലരും പറയുന്നത് വള്ളുവൻ കോനാതിരിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ വള്ളുവനാട്ട് രാജാവിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ കൊച്ചി രാജാവിനാണ് കിട്ടുന്നത്. കാരണം കൊച്ചി രാജാവിന് കിട്ടാനുള്ള ഒരു അവകാശത്തെ പറ്റി പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ അവസാനത്തെ ചേരമാൻ പെരുമാളിന് അല്ലെങ്കിൽ കുലശേഖര രാജാവിന് ഈ ആൺകുട്ടികളായിരുന്നു ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയെ പെരുമ്പടപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പെരുമ്പടപ്പ് നമ്പൂതിരി. ആ നമ്പൂതിരിയാണ് ഈ പറയുന്ന ഈ സംബന്ധം ചെയ്തിരിക്കുക ചേരമാൻ പെരുമാളിന്റെ ഒരു സഹോദരിയെ. അതിലുള്ള മൂത്ത ആൺകുട്ടിയാണ് കൊച്ചി രാജാവിലെ ആദ്യത്തെ രാജാവ്. അതാണ് അതിന്റെ ഒരു മിത്തോളജിക്കൽ ആയിട്ടുള്ള ആ ചരിത്രം, അവരുടെ ഒരു ഒറിജിനെ പറ്റി പറയുന്നത്. സ്വാഭാവികമായിട്ടും ചേരമാൻ പെരുമാളിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ സ്ഥലങ്ങളുടെ ഒരു അധികാരം ഈ സഹോദരിയുടെ പുത്രനായിട്ടുള്ള ഈ കൊച്ചി രാജാവിൽ എത്തുമ്പോൾ കൊച്ചി രാജാവാണ് പിന്നീട് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായിട്ട് മാറുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കൊച്ചി രാജാവിനെ സംബന്ധിച്ച് ഇതിന് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുമുല്ല മല മുതൽ അതുപോലെ തിരുവല്ല വരെയുള്ള പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ അധികാരിയാണ്, കോയിൽ അധികാരിയാണ്. കാരണം ക്ഷേത്രങ്ങളുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു ഈ പറഞ്ഞ കൊച്ചി രാജാവ്. കൊച്ചി രാജാവിന് അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇതിനു വേണ്ടി ഈ രക്ഷാപുരുഷ സ്ഥാനത്തേക്ക് എപ്പോഴും ഒരു പ്രാധാന്യത്തോടെ കടന്നു ചെല്ലാതിരുന്നപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് കൊച്ചി രാജാവിനെ അംഗീകരിച്ചിരുന്ന വള്ളുവനാട്ട് രാജാവ്, കൊച്ചി രാജാവിന്റെ അസാന്നിധ്യമുണ്ട്. കൊച്ചി രാജാവ് ഈ പറയുന്ന രക്ഷാപുരുഷനായിട്ട് നിൽക്കാത്ത സമയത്തെല്ലാം അതിന്റെ സ്ഥാനത്തേക്ക് നിന്നിരുന്ന വള്ളുവനാട്ട് രാജാവായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടത് വള്ളുവനാട്ട് രാജാവിന്റെ ഒരു അധികാരമായിട്ട് രക്ഷാപുരുഷൻ മാറുകയാണ്. അപ്പോൾ വള്ളുവനാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വള്ളുവനാട്ടിലൂടെയാണ് പിന്നീട് ഈ പറയുന്ന ഒരു കാലഘട്ടം പോകുന്നത്. ഈ വള്ളുവനാട് രാജവംശത്തിൽ നിന്നാണ് പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ 1350 സാമൂതിരി എന്ന് പറയുന്ന കോഴിക്കോടിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറാടികൾ എന്ന് പറയുന്ന ഏറനാട് ഉദ്ദൈവർ എന്നൊക്കെ പറയുന്നത് അവർ പിടിച്ചെടുക്കുമ്പോഴാണ് പിന്നീട് സാമൂതിരിയുടെ ഒരു മേൽക്കോയ്മയിലേക്ക് രക്ഷാപുരുഷ സ്ഥാനം മാറുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകങ്ങളുണ്ട്. കാരണം സാമൂതിരിയെ സംബന്ധിച്ച് വള്ളുവനാടിന്റെ അതിർത്തിയിൽപ്പെടുന്ന ഈ പ്രദേശം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചരിത്രപരമായ രാഷ്ട്രീയ അതിന്റെ ഒരു വളർച്ചയുടെ ഒരു അടയാളം തന്നെയാണ്. കാരണം പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം ഭാരതപ്പുഴയോട് ബന്ധപ്പെട്ട് വരുന്ന തീരപ്രദേശം, ഇവിടെയെല്ലാം സാമൂതിരി കീഴ്പ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പാലക്കാട് വരെ ഉണ്ടാകുന്ന തീരപ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പാലക്കാട് വരെ ഉണ്ടാകുന്ന ഉൾനാടൻ ജലഗതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കച്ചവട സാധ്യതകളെല്ലാം തന്നെ സാമൂതിരിയുടെ കീഴിലേക്ക് വരും. കാരണം സാമൂതിരി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന കച്ചവട കാര്യത്തിലൂടെ അഭിവൃദ്ധിയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം കൂടി കണ്ടുകൊണ്ടാണ് വള്ളുവനോട് ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി സാമൂതിരി സ്വീകരിക്കുന്നത്. മാത്രമല്ല ആ കാലഘട്ടം നമ്മൾ ഈ പറയുന്ന ഒരു കാലഘട്ടം പോലെ ഒന്നുമല്ല കേരളം എന്ന് പറയും. കേരളത്തിൽ നെല്ലുൽപാദനമൊന്നും ഇല്ലായിരുന്നു ഇത്രക്കധികം. വള്ളുവനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനം ഉണ്ടാക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വള്ളുവനാടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സമൃദ്ധമായ ഒരു പ്രദേശം സാമൂതിരിയുടെ കീഴിലേക്ക് വരുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന ഈ പറഞ്ഞ പട്ടിണിയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രബല ശക്തിയാണ്.
സാമൂതിരിയുടെ നിലനിൽപ്പിന്റെ ഒരു ഏറ്റവും പ്രധാന ഘടകമായിട്ട് വർത്തിച്ച് കേരളത്തിലെ മാപ്പിള സമുദായം, അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന അറബി കച്ചവടക്കാർ ഇവരെല്ലാമായിരുന്നു. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന മാപ്പിള സമുദായത്തിന് ഒരു കച്ചവട താല്പര്യമുണ്ട്. കാരണം പൊന്നാനിയോട് ബന്ധപ്പെട്ട് വരുന്ന, ഭാരതപ്പുഴയോട് ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ, അതായത് സാമൂതിരി വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു മാമാങ്കത്തെ പറ്റി ഈ മുസ്ലിം വിഭാഗത്തിന് അറിയാം. കാരണം കച്ചവടപരമായിട്ട് കുറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഈ തിരുനാവായ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാമൂതിരി എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരാളുടെ ആധിപത്യത്തിന് കീഴിലേക്ക് ഈ തിരുനാവായോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശം വന്നാൽ സ്വാഭാവികമായും ഞങ്ങളുടെ സമുദായത്തിന്റെ വളർച്ച ഉണ്ടാകുമെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവബോധമാണ് സാമൂതിരിയെ ഇവരിതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, ഇതിൽ ഈ വള്ളുവനാട് എന്ന് പറയുന്ന രാജാവിന്റെ കീഴിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നമ്പൂതിരി വിഭാഗങ്ങളുണ്ട്. ആ നമ്പൂതിരികൾ എന്ന് പറയുന്ന ഒന്ന് പന്നിയൂർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതുപോലെ തന്നെ ചൊവ്വൂർ എന്നൊക്കെ പറയുന്ന, ശുഗപുരം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ 2 വിഭാഗങ്ങളാണ്. ഈ 2 വിഭാഗങ്ങൾ എന്ന് പറയുന്ന അതുവരെ ഉണ്ടാകുന്ന മാമാങ്കത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ എന്താ പറയുക കർമ്മങ്ങളെല്ലാം, അതായത് നമുക്കറിയാലോ മതപരമായിട്ടുണ്ടാകുന്ന അതിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന ഈ 2 വിഭാഗങ്ങളാണ്. ഈ പന്നിയൂർ വിഭാഗവും ഈ ചൊവ്വര വിഭാഗവുമാണ്. അപ്പോൾ ഈ പന്നിയൂർ വിഭാഗം എന്ന് പറയുന്നത് വൈഷ്ണവ വിഭാഗമാണ്. അതായത് വൈഷ്ണവ ആരാധനകളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും, മറ്റേവർ എന്ന് പറയുന്നത് ശിവനോട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്ന പന്നിയൂർ വിഭാഗം. പന്നിയൂർ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്പൂതിരിയെ പറ്റി പറയുന്നത് തിരുമനശ്ശേരി നമ്പൂതിരി എന്ന് പറയുന്നത്. ആ തിരുമനശ്ശേരി നമ്പൂതിരി എന്ന് പറയുന്നത് 146 ക്ഷേത്രങ്ങളുടെ എന്താ പറയുക അധികാരിയാണ് പുള്ളിക്കാരൻ. അത് മാത്രമല്ല പാലക്കാട്ട് നമ്പൂതിരി സഭയുടെയും അതുപോലെ തന്നെ ചെങ്ങന്നൂരിനോട് ബന്ധപ്പെട്ട് വരുന്ന നമ്പൂതിരി സഭകളുടെ ആധിപത്യമുള്ള, അല്ലെങ്കിൽ അതിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ളതാണ് തിരുമനശ്ശേരി നമ്പൂതിരി എന്ന് പറയും. ഈ തിരുമനശ്ശേരി നമ്പൂതിരിയെ സംബന്ധിച്ച്, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് സാമൂതിരിയെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവർ തമ്മിലൊരു കാരണം ഈ ചൊവ്വര വിഭാഗമായിട്ട് പന്നിയൂർ വിഭാഗം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല, അവരുടേതായിട്ടുണ്ടാകുന്ന ശത്രുത ഉണ്ടല്ലോ. ആ ശത്രുത ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പന്നിയൂർ വിഭാഗക്കാരുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ പന്നിയൂർ വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള തിരുമനശ്ശേരിയാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന തിരുനാവായി പിടിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബ്രാഹ്മണ സമുദായത്തിനുണ്ടാകുന്ന സ്പർദ്ധ തന്നെയാണ്. ചൊവ്വര വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന വള്ളുവനാട് രാജാവാണ്. അപ്പോൾ ആ ഒരു പ്രേരണ കൂടിയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണ വിഭാഗത്തിന്റെയും കുടിലതയും അതുപോലെ തന്നെ കച്ചവട താല്പര്യങ്ങളെ നിലനിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെയും സാമൂതിരിയെ സംബന്ധിച്ച് രക്ഷാപുരുഷനാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ചക്രവർത്തിയാകാൻ പറ്റുമെന്നുള്ള തോന്നലാണ്. കാരണം ഈ 1350 വള്ളുവനാടിൽ നിന്നും ഈ പറയുന്ന പ്രദേശം സാമൂതിരി പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന തിരുനാവായോട് ബന്ധപ്പെട്ട് വരുന്ന മാമാങ്കത്തിന്റെ ഈ രക്ഷാപുരുഷനായിട്ട് സാമൂതിരി മാറുകയാണ്. സാമൂതിരി മാറുമ്പോൾ തിരുമനശ്ശേരി എന്ന് പറയുന്ന ആ നമ്പൂതിരിക്ക് ഒത്തിരി അവകാശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അത് അവിടെ ബന്ധപ്പെട്ട് വരുന്ന കച്ചവട കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന കുറേ നികുതികളോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രാഹ്മണ സമുദായത്തിൽ കൂട്ടാനുള്ളത്, അതെല്ലാം കൊടുങ്ങല്ലൂർ രാജവംശത്തിന് കൊടുക്കുന്നു. പക്ഷേ ഈ നമ്പൂതിരി വിഭാഗങ്ങൾക്കെല്ലാം ഒത്തിരി അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് പ്രധാന നേതാവിനെ അവിടെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു നേതാവിന്റെ സ്ഥാനം അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കോയ എന്ന് പറയുന്നത്, കോഴിക്കോട് കോയ, ശാബന്തർ കോയ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാം വാകയൂർ തറ എന്ന് പറയുന്ന തറക്ക് ഈ ചരിത്രപരമായ ഒരു സമയത്ത് വളരെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം നിലപാട് തറ എന്നൊക്കെ പറയുന്ന ആ നിലപാട് തറയോട് ബന്ധപ്പെട്ട് നിലപാട് തറ, ആ തറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മാമാങ്കം നടക്കുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ രാജാക്കന്മാരും രക്ഷാപുരുഷനായിട്ടുള്ള സാമൂതിരിക്ക് മുമ്പ് ആരായിരുന്നു അവരുടെ രക്ഷാപുരുഷനായ സാമൂതിരിയുടെ അയാളുടെ ഈ പറയുന്ന അധീശത്വം അംഗീകരിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ട് അവരുടേതായിട്ടുള്ള കുടികൾ എത്തിക്കുമായിരുന്നു. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു, നിങ്ങൾ രക്ഷാപുരുഷനായിട്ട് കാണുമ്പോൾ കേരളത്തിലെ ചക്രവർത്തിയായിട്ട് ഞങ്ങളെല്ലാം നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. അതിനാണ് കുടി എന്ന് പറയുന്നത്. കൊടികൾ അതായത് അവരുടെ ഫ്ലാഗ്, ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള കൊടികൾ അവർ, അതായത് നാട്ടുരാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളും ഈ കൊടികൾ അവിടെ എത്തിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം, അതായത് ഈ പറഞ്ഞ സാമൂതിരിയെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരെ പറയുന്നത് പന്നിയൂർ കൂറുകാരെന്നാ പറഞ്ഞത്. അതായത് പന്നിയൂർ വിഭാഗത്തിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് സാമൂതിരി രക്ഷാപുരുഷനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സാമൂതിരിയെ സപ്പോർട്ട് ചെയ്യുന്ന മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ രാജാക്കന്മാർ, ആ രാജാക്കന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന ഇവിടുത്തെ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഭരണക്രമങ്ങളെല്ലാം തന്നെ പന്നിയൂർ കൂറുകാരെന്നാ പറയുന്നത്. അവർ എതിർക്കുന്നവരുണ്ട്. കൊച്ചി രാജാവുണ്ട്, അതുപോലെ വള്ളുവനാട് രാജാവ്, അതായത് വള്ളുവനാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അവരെല്ലാം പറയുന്നത് ഈ ശൂകപുരംകാരാണ്. അപ്പൊ അവരോട് കൂറുള്ളവർ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന ആ ഒരു എന്താ പറയുന്ന അതിൻ്റെ ഒരു ആ മഹാമാഗം അല്ലെങ്കിൽ ഈ പറയുന്ന മാമാങ്കം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു 1350
1350 കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ ഒരു പിടിച്ചെടുക്കൽ നടക്കുന്നത്. പിന്നീട് ഇതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് സാമൂതിരി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. കാരണം 4 നൂറ്റാണ്ടുകളോളം സാമൂതിരിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാപുരുഷനായിട്ട് നിലനിൽക്കുന്നത്. പിന്നീട് ഈ പറയുന്ന ഒരു മാമാങ്കത്തിന് തകർച്ചയുണ്ട്. ആ തകർച്ച എന്ന് പറയുന്നത് ഹൈദറിന്റെ ഒരു കാലഘട്ടത്തിൽ ഹൈദർ ഇങ്ങോട്ട് വരുമ്പോഴാണ്. അത് 1766 അപ്പോൾ 1766 കാലഘട്ടങ്ങൾ ഹൈദറിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ സാമൂതിരിയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്, സാമൂതിരിയെ കീഴ്പ്പെടുത്തുന്നുണ്ട്, സാമൂതിരിയോട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ 1766 ഏപ്രിൽ മാസം 11-ാം തീയതി ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ആ രണ്ടാമത്തെ യുദ്ധത്തിൽ സാമൂതിരി രണ്ടാമതും കപ്പം കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഹൈദർക്ക് കപ്പം കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കപ്പം കൊടുക്കാന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന 12 ലക്ഷം ഈ വെള്ളി നാണയങ്ങൾ കൊടുക്കാന്നാ പറയുന്നത്. 12 ലക്ഷം വെള്ളി നാണയങ്ങൾ ഈ ഹൈദറിന് കൊടുത്തോളാമെന്നുള്ള കരാറുണ്ടായിരുന്നു. അത് കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നീടും പ്രശ്നം ഉണ്ടാകുന്നത്. 1766 ഉണ്ടാകുന്നത്. അപ്പോൾ 1766 ഏപ്രിൽ മാസം 27-ാം തീയതി, അതായത് ഈ 11-ാം തീയതി നടന്ന ഒരു കൂടിക്കാഴ്ച, അതിനോടുണ്ടാകുന്ന യുദ്ധങ്ങൾ, 27-ാം തീയതി സാമൂതിരി എന്താ ചെയ്യുന്നു? കൊട്ടാരത്തിൽ വന്ന് വെടിമരുന്നെല്ലാം സൂക്ഷിക്കുന്ന, അതിന് തീ കൊടുത്ത് ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1766 ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഈ പറയുന്ന മാമാങ്കം നടക്കേണ്ട ദിവസമായിരുന്നു. കാരണം ആ ഒരു വർഷമായിരുന്നു. അപ്പോൾ മാമാങ്കം നടന്നില്ല. കാരണം എന്താണ്? അപ്പോൾ ഹൈദറിന്റെ ഒരു വരവിനെ പറ്റി ഉണ്ടാകുന്ന കിംവദന്തി അല്ല, കാരണം യാഥാർത്ഥ്യമായിരുന്നു. ഹൈദറിന്റെ വരവുണ്ടായിരുന്നു. ആ വരവിനോട് ബന്ധപ്പെട്ട് എന്നേക്കുമായിട്ട് മാമാങ്കം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഈ മാമാങ്കം ഒന്നും നടക്കുമായിരുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ മതിലകം രേഖകളുണ്ട് തിരുവനന്തപുരത്തോട് ബന്ധപ്പെട്ട് വരുന്നത്. ആ മതിലകം രേഖകൾ പറയുന്നത് 1766 കാലഘട്ടത്തിൽ ഫെബ്രുവരിയിൽ തന്നെ അവിടെ നിന്നുള്ള കൊടി, അതായത് തിരുനാവായിൽ നാട്ടാനുള്ള കൊടി അവിടെ നിന്ന് കൊടുത്തയച്ചായിട്ടുള്ള രേഖകൾ അവിടെയുണ്ട്. അപ്പോൾ ഹൈദറിന്റെ വരവില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മാമാങ്കം ആ കാലഘട്ടത്തിൽ നടക്കുമായിരുന്നു. അപ്പോൾ അവസാനത്തെ മാമാങ്കം നടന്ന അന്നല്ല, അത് കാരണം അത് നടന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 12 വർഷം കൂടുമ്പോഴാണ് നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 1755 കാലഘട്ടങ്ങളിലാണ് മാമാങ്കം അവസാനമായിട്ട് കേരളത്തിൽ നടന്നത്. അതായത് ഒരു മാമാങ്കം കഴിഞ്ഞാൽ മാമാങ്കത്തിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 11 വർഷവും 11 മാസവും 15 ദിവസവുമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത മാമാങ്കം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മാമാങ്കം, ഏറ്റവും അവസാനത്തെ മാമാങ്കം എന്ന് പറയുന്നത് 1755. അത് കഴിഞ്ഞിട്ടുള്ള മാമാങ്കം 755 അടുത്ത നടക്കേണ്ടത് 1766 അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് ഹൈദറിന്റെ വരവെന്ന് പറയുന്നത്. ആ വരവിലാണ് കേരളത്തിലെ മാമാങ്കം എന്നേക്കുമായിട്ട് തീർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ ബന്ധപ്പെട്ട് ഒരു ചരിത്രവായനയുണ്ട്. ആ ചരിത്രവായന എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ കാര്യം പറയണ്ട, നമുക്ക് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന, ഉത്തർപ്രദേശിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഹൈന്ദവ വിഭാഗം, തീവ്രമായ ചിന്താഗതിയോട് നിലനിൽക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങളുള്ളതാണെന്ന് നമുക്കറിയാവുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ താല്പര്യമൊന്നും ആ കാലഘട്ടത്തിൽ കാണിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അത് കോൺഗ്രസ് ആയിട്ട് നമുക്ക് കണക്കാക്കുമ്പോൾ ആ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് പോലും ഈ ഉയർന്ന ജാതീയ ചിന്തയുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ഉയർന്ന കുടുംബങ്ങളിലുള്ള ജാതീയമായി ഉയർന്ന വിഭാഗത്തിലുള്ളവർ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ 1930-കളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഈ വിദേശ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ, വിദേശികളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വർജിക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ഭാരതീയമായ ഒരു ചൈതന്യം നിലനിർത്തുക, ഭാരതീയമായ ഒരു സംസ്കാരം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കുംഭമേളകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയം. അതായത് കുംഭമേളകളെ അവിടെ ഉണ്ടാകുന്ന സന്യാസിമാര് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന വക്താക്കളായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അന്നേ തുടങ്ങി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു പോലും ഹരിദ്വാർ അതുപോലുള്ള പ്രയാഗിലെല്ലാം കുംഭമേളയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട, നെഹ്റു സംസാരിച്ചിട്ടുണ്ട്. അതായത് കുംഭമേളയിലൂടെയാണ് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളുടെ വരവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട ഒരു മെജോറിറ്റി ആണല്ലോ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ കോൺഗ്രസോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നിട്ടുള്ളത്. അതിനൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സന്യാസിമാര്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഹിന്ദു മിഷണറിമാരുണ്ട്. അവരെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഇത്തരം ചെയ്തികളെ, ഇത്തരം സമ്മേളനങ്ങളിലൂടെ, അതായത് കുംഭമേള പോലെയുള്ള ജലോത്സവങ്ങൾ, അതുപോലെയുള്ള ഈ ആഘോഷങ്ങളുണ്ട്, ആ ആഘോഷങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ
എന്താ പറയുന്നത് പ്രവൃത്തികൾ അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അനുയായികളോട് അവർ സംസാരിക്കുന്നുണ്ട്. സന്യാസിമാരുടെയും അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ട ആചാര്യന്മാരുടെ വാക്കുകളെ തിരസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻകാല ആ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ വളർച്ചയിലേക്ക് എത്തിയത്. അപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ആ സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും അവിടെ പറയുന്നുണ്ട്, കാരണം ആ ഒരു 1930-40 കാലഘട്ടങ്ങളിൽ പറയുന്നത് നമ്മൾ വിദേശികളെ ഉപേക്ഷിക്കണം. വിദേശികളെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവരോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്? അത് ഭാരതീയമായ ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന തീർത്ഥയാത്രയോട് ബന്ധപ്പെട്ട് വരുന്ന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഈ സ്നാനഘട്ടങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആഘോഷങ്ങളെ വിപുലീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലി തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് കുംഭമേള മഹത്തരമായിട്ടുള്ള ചെയ്തികളായിട്ട് മാറുന്നത്. കോൺഗ്രസിന്റെ വളർച്ച, സ്വാതന്ത്ര്യഘട്ടത്തോട് ബന്ധപ്പെട്ട് വരുന്ന സന്യാസിമാരുടെ അവരുടേതായിട്ടുള്ള പ്രവൃത്തികൾ, ഇന്ത്യക്ക് അനുകൂലമായ ഈ ഇന്ത്യയിലെ ഈ പറയുന്ന വിശ്വാസികളുടെ ഒരു വലിയൊരു ജൈത്രയാത്ര ഉണ്ടാകുന്നത് ഇത്തരം കുംഭമേളകളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത് രാമരാജ്യമാണെന്നൊരു സിദ്ധാന്തം പോലും കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്നുണ്ട്. ഗാന്ധിജിയെ പോലും കൃഷ്ണന്റെ അവതാരമായിട്ട് കോൺഗ്രസ് വാഴ്ത്തിയപ്പോൾ എതിർത്തില്ല. കാരണം രാമരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ മാതൃകാപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചിന്തയിലൂടെ വളർന്നു വന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ അവസാന കണ്ണിലാണ് നമ്മൾ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ പൈതൃകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന സ്നാനഘട്ടങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആഘോഷങ്ങൾ, രഥയാത്രകൾ, ഇതെല്ലാം തന്നെയാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തോട് ബന്ധപ്പെടുത്തി നിന്ന ഒരു തലമുറ, അല്ലെങ്കിൽ ആ വിശ്വാസത്തോട് ബന്ധപ്പെട്ട തലമുറയുടെ ഇങ്ങേ തലത്തിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളും ഇപ്പോഴും ചിന്തിക്കുന്നത് രാമരാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പറഞ്ഞ കേരളത്തിൽ ഇതുപോലെ മതപരമായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഒന്നിച്ചുചേരുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ടാകും. നമ്മളോട് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന കുംഭമേള അല്ലെങ്കിൽ ഈ പറയുന്ന മാമാങ്കം എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യൻ ലോബിയുടെ അതിൻ്റെ കടന്നുകയറ്റമിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വെക്കുന്ന തിരുമനശ്ശേരിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പന്നിയൂർ വിഭാഗത്തിൻ്റെ നേതൃസ്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രീതിയായിരുന്നു മാമാങ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഇവിടെ നടക്കുന്ന മാമാങ്കത്തിൽ ഉത്തരേന്ത്യൻ ലോബിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പണ്ഡിറ്റുകളുടെ, അതിൽ ഗംഗയുടെയോ അല്ലെങ്കിൽ വാരണാസിയിലെല്ലാം ഈ മഹാമേളകൾ നടത്തുന്ന തീവ്ര ചിന്താഗതിക്കരായ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു വിഭാഗങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ പറയുന്ന കേരള തീരങ്ങളിലൂടെ ഈ മാമാങ്കത്തിന് ആധിപത്യം കൈയാളുന്നത്. അവിടെയാണ് നമ്മൾ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് കേരളത്തിൽ ഈ മാമാങ്കം മാറുമെന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഈ മാമാങ്കത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ് വരുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ ഈ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ തീവ്ര ഹൈന്ദവ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ത്യ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. നമുക്കറിയാം ഹരിദ്വാറിൽ നിന്നും അതുപോലെ തന്നെ കാശിയിൽ നിന്നെല്ലാം പുതിയ തീവണ്ടികൾ കേരളത്തിലേക്ക് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ ജനവിഭാഗത്തിന്റെ വലിയൊരു ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാവുക, അതിനെ കണ്ട് മുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഭ്രമിച്ചു നിൽക്കുന്ന ഒരു കേരള സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു ആശയമാണ് ഈ രാഷ്ട്രീയ ലോബികൾ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് നമുക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ശാസ്ത്രീയ അടിത്തറയിലുള്ള ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ യുക്തിയോട് ബന്ധപ്പെട്ട ഒരു ചിന്താഗതി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതായത് സെക്യുലറിസം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്ന മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നു. 1964 വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിശ്വ ഹിന്ദു പരിഷത്ത് 64 തുടങ്ങി 66 അതിന്റെ ഈ പറയുന്ന എന്താ പറയുന്നത് അതിന്റെ ആദ്യത്തെ സമ്മേളനം നടത്തുന്നത് കുംഭമേളയിലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം രാഷ്ട്രീയ അജണ്ടകൾ പൂർത്തീകരിക്കാനുള്ള ആ രാഷ്ട്രീയ അജണ്ടകൾ വേവിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് നോർത്ത് ഇന്ത്യയിലെ ആ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അനുഭവപാഠത്തിൽ കേരളത്തിലെയും കാര്യങ്ങൾ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ഉത്തരേന്ത്യൻ ലോബി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഗംഗാസഭയുടെ അതായത് അടുത്ത കുംഭമേളയോട് ബന്ധപ്പെട്ട് വരുന്ന ഗംഗാസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിതിൻ ഗൗതം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പ്രദേശത്ത്
കാലഘട്ടത്ത് അഹിന്ദുക്കളായ ആരും പ്രവേശിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ ഹരിദ്വാറിനോട് ബന്ധപ്പെട്ട് വരുന്ന അവിടെ നടക്കുന്ന ഇനി സ്നാനഘട്ടങ്ങളിലേക്ക് അഹിന്ദുക്കളായ ആരും പ്രവേശിക്കാൻ പാടില്ല. നമ്മൾ ആശ്രയിക്കുന്ന മാതൃക എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ലോബിയുടെയാണ്. ആ ഉത്തരേന്ത്യൻ ലോബിയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഭാരതപ്പുഴയോട് ബന്ധപ്പെട്ട് വരുന്ന പൊന്നാനിയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ അഹിന്ദുക്കളായ ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റാതെ വരും. സ്വാഭാവികമായിട്ടും മൈത്രിയുടെ ഭാഗമായിട്ട് ഒരു കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്ന ഈ മാമാങ്കം, ഈ മതമൈത്രി എന്നെല്ലാം തകർത്ത് ഈ ജനങ്ങളെല്ലാം സ്പർദ്ധയോട് ജീവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ഘടകമായിട്ട് മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കാണേണ്ടത്. സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മറ്റൊരു സംശയം, ഈ കുംഭമേളയും നടക്കാറുണ്ട്, മഹാകുംഭമേളയും നടക്കാറുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മഹാകുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ്? കുംഭമേള എല്ലാ വർഷവും ഉള്ളതാണോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ 2026 ഇപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആചാര്യന്മാരായിട്ട് നിൽക്കുന്ന ചില വിഭാഗങ്ങൾ പറഞ്ഞു വെക്കുന്നത് 2028 കുംഭമേള നടക്കുന്ന പറയുന്നത്. അപ്പോൾ 2027 കുംഭമേള എന്ന് പറയുമ്പോൾ 26 കേരളത്തിൽ തന്നെ തിരുനാവായിൽ നടത്തുന്ന അവർ പറയുന്നു. അപ്പൊ ഇപ്പം നടന്നത് എന്താണ്? അപ്പൊ ഇപ്പൊ അതാ പറഞ്ഞു, ഇവിടെയാണ് രാഷ്ട്രീയം മാറുന്നത്. അപ്പൊ കുംഭമേളയുടെ കൺസെപ്റ്റ് മാറിയാണ്. അപ്പൊ കുംഭമേള എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു 12 വർഷത്തിലൊരിക്കൽ. ആ 12 വർഷത്തിലൊരിക്കൽ എന്ന് പറയുന്നത് അതിന് 2 ഘടകങ്ങൾ. ഒന്ന് മതപരമായിട്ടുള്ള വിശ്വാസമുണ്ട്. ആ മതപരമായ വിശ്വാസം എന്താണെന്ന് ആദ്യം പറയാം. മതപരമായ വിശ്വാസം എന്ന് പറയുന്നത് അതായത് ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ അമൃതിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. ആ അമൃതിന് വേണ്ടി യുദ്ധം നടക്കുമെന്ന് പറയുന്നത് 12 രാവും 12 പകൽ ദിവസവുമാണ്. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഗരുഡൻ ഈ അമൃത കുംഭവുമായിട്ട് ഇങ്ങനെ പറന്നു നടക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് ഗരുഡൻ ഇങ്ങനെ വിശ്രമിക്കേണ്ടി വരുന്നു. അതായത് ക്ഷീണിക്കുമ്പോൾ ഈ അമൃത കുംഭം ഭൂമിയിൽ ഇറക്കി വെച്ചു. അങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ചില തുള്ളികൾ തെറിച്ച് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ വെച്ച സ്ഥലങ്ങളാണ് പ്രയാഗിൽ ഈ പറയുന്ന കുംഭമേള നടത്തുന്ന സ്ഥലങ്ങൾ എന്നാണ് മതപരമായ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തിലാണ് പോകുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നതാണ് ഈ നക്ഷത്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അതിലാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച വേഴ നക്ഷത്രം ഈ പറയുന്ന എന്താ പറയുന്ന കർക്കിടകത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു രാശിയിലെത്തുന്നു. അതിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ശകവർഷത്തിലെ മാഘമാസത്തിൽ വരുന്ന മകനക്ഷത്രത്തിലാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് 12 വർഷത്തിലാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന മഹാമാഘം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ചടങ്ങെന്ന് പറയുന്നത് 12 വർഷത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 വർഷത്തിൽ നടക്കുന്ന മേളകളെ അല്ലെങ്കിൽ ഈ സ്നാനഘട്ടത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കാര്യങ്ങളെ പറയുന്ന ഉത്സവങ്ങളെ പറയുന്നത് പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത്. പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത്. അതായത് 12 വർഷത്തിലൊരിക്കലേ നടക്കുന്നത്. പൂർണ്ണമായത് 12 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അപ്പൊ ഈ 12 വർഷത്തിൽ കൂടുമ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ 12 വർഷം കൂടിയ കുംഭമേള, അപ്പോൾ ഇന്നൊരു 12 കഴിഞ്ഞു, പിന്നീട് ഒരു 12 വർഷം കഴിയുമ്പോൾ നടക്കുന്നു. അങ്ങനെ 12 കുംഭമേളകൾ, പൂർണ്ണ കുംഭമേളകളുണ്ട്. 12 പൂർണ്ണ കുംഭമേളകൾ നടക്കുന്നതിനാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. അതാണ് ഈ കഴിഞ്ഞ വർഷം പ്രയാഗിൽ നടന്ന 144 വർഷങ്ങൾ കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന മഹാകുംഭമേള എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് മഹാകുംഭമേളയോ പൂർണ്ണ കുംഭമേളയോ അല്ല. കാരണം പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് തന്നെ 12 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്നതാണ് പൂർണ്ണ കുംഭമേള. മഹാകുംഭമേള എന്ന് പറയുന്നത് 144 വർഷങ്ങൾ കൂടുമ്പോഴാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആചാരപരമായ ഒരു അനുകരണം മാത്രമാണ്. കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് മാമാങ്കം നടത്തിയെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നതും 1755 അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ നടന്ന മാമാങ്കം അല്ലെങ്കിൽ ഈ പറയുന്ന കുംഭമേള എന്നാണോ അത് കണക്കാക്കിക്കൊണ്ട് തൊട്ടടുത്ത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് നടക്കേണ്ടത്, അതനുസരിച്ച് മാത്രമേ കേരളത്തിൽ നടക്കുന്ന മാമാങ്കത്തിന് പേര് ചാർത്തി നൽകാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അവർ ചെയ്തു വെക്കുന്നത് നോർത്ത് ഇന്ത്യൻ വിഭാഗങ്ങൾ കാട്ടിക്കൂട്ടുന്ന മതപരമായിട്ടുണ്ടാകുന്ന ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന വിശ്വാസപരമായ കാര്യങ്ങളുടെ പൂർണ്ണമായ ആധിപത്യം നോർത്ത് ഇന്ത്യയിലെ പണ്ഡിത വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ സന്യാസിപരന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ ചെയ്തികൾക്കനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സമൂഹമാണ് ഈ മാമാങ്കം ഫെസ്റ്റിവലിനോട് ബന്ധപ്പെട്ട് നമുക്ക് തിരുനാവായിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ല, ഞാൻ ചോദിക്കാം, അപ്പോൾ ഈ 144 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ കുംഭമേള മഹാകുംഭമേള നടന്നത്. അപ്പോൾ ഈ 144 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു മഹാകുംഭമേള നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടുണ്ടാകുന്ന തലമുറകൾ പകർന്നു കൊടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ അത് നിലനിന്നു നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം ആചാരപരമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിലനിന്നു പറയുന്നതിന്റെ തുടക്കത്തിൽ ഒരു വസ്തുത പറയുമ്പോൾ നമുക്ക് ഈ കാര്യം കൂടുതൽ ബോധമാകും. കാരണം കേരളത്തിൽ ഇത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് പറയുന്ന വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ക്രിസ്തു വർഷത്തിന് 300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ BC 3-ാം നൂറ്റാണ്ടിൽ അശോക സ്തംഭം ഈ പറയുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അശോകസ്തംഭത്തെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ചടങ്ങെന്ന രീതിയിലാണ്
കുംഭമേള കേരളത്തിൽ തുടങ്ങിയെന്നുള്ള ഒരു വാദഗതി ഈ PCM രാജ സാമൂതിരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൽ പറയുന്നുണ്ട്. അല്ലാതെ ചേരൻ ചെങ്കുട്ടുവൻ എന്ന് പറയുന്നൊരു ഭരണാധികാരിയെ പറ്റി പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്നു 125, 180 കാലഘട്ടം AD കാലഘട്ടങ്ങളിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരു യാത്രയും നടത്തി. അങ്ങനെ പോയപ്പോൾ പ്രയാഗിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോൾ അവിടെ നടക്കുന്ന കുംഭമേള കണ്ടു. അങ്ങനെയാണ് കുംഭമേള ഇവിടെ നടത്തിയെന്ന് പറയുന്ന ഒരു വാദഗതിയും വെക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായ കൃത്യമായ എഴുത്തുകുത്തലുകൾ ഈ കാര്യത്തിൽ നമുക്ക് വാദഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. വിശ്വാസപരമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് 144 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടത്തിയിരുന്നതായിട്ട് ഇന്ത്യയിലെ ജനവിഭാഗം വിശ്വസിച്ചു പോകുന്നു. ആ 144 മുമ്പ്, അതായത് ഇതിനു മുമ്പ് 144 നടന്നിരുന്നെങ്കിൽ അതിനു മുമ്പ് നടന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന 1800 കാലഘട്ടങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം കുംഭമേള നടത്തിയതായിരുന്നിട്ടും കുംഭമേളയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സ്നാനഘട്ടങ്ങളിൽ ഈ പറയുന്ന ജനങ്ങളുടെ ഒരു വലിയൊരു പ്രവാഹം ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ പറയുന്ന സന്യാസ വിഭാഗങ്ങളെല്ലാം തന്നെ ഗംഗയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രദേശങ്ങളിൽ ഈ പറയുന്ന സ്നാനഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത്. കാരണം നമ്മോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുണ്ട്. ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയുന്നത് ഗംഗയല്ല. ഗംഗ എന്ന് പറഞ്ഞ് പിന്നീട് വരുന്നത് സരസ്വതി നദിയായിരുന്നു ഈ പറഞ്ഞ ആര്യ വിഭാഗത്തിന്റെ ആദ്യത്തെ നദി എന്ന് പറയുന്നത്. ഈ സരസ്വതി നദി ഈ മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തലുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് സപ്തസിന്ധുവിന്റെ പ്രദേശത്ത് നിന്നും പിന്നീട് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ആര്യ വിഭാഗം മാറിയതിനെ തുടർന്ന് അവർ ഗംഗയുടെയും യമുനയുടെയും പ്രദേശത്തേക്ക് ജീവിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഈ പറയുന്ന ഗംഗയുടെ തീരങ്ങളിലുണ്ടാകുന്ന ഈ സ്നാനഘട്ടങ്ങൾ അവർ ഈ പറയുന്ന മതപരമായിട്ടുള്ള ചെയ്തികൾ തുടങ്ങി വെച്ചെന്നാണ് നമുക്ക് ചരിത്രപരമായിട്ട് പറയാൻ പറ്റും. അപ്പോഴും നമുക്കിന് കൃത്യമായ ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വിശ്വാസപരമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഗംഗയുടെ തീരങ്ങളിൽ ഇത് നിന്നിരുന്നു. പക്ഷേ പറഞ്ഞു വെക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക്, അതായത് ഒരു ആഗോളാടിസ്ഥാനത്തിലേക്ക് നമ്മൾ കണക്കാക്കുന്നത് പോലെയുള്ള മൊത്തം ഹൈന്ദവരും ഈ ഭാഗത്ത് എത്തണമെന്നുള്ള ഒരു അജണ്ട നടപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ നേതൃത്വം. അതായത് ഞാൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, കാരണം ഇത്തരം സന്യാസ വിഭാഗങ്ങൾ ഇത് നടത്തപ്പെടുമ്പോൾ ആ സന്യാസ വിഭാഗങ്ങളെ അതിൻ്റെ പുരോഹിതന്മാരെയെല്ലാം ദൈവതുല്യമായിട്ടാണ് അവിടെ വരുന്ന വിശ്വാസികൾ കാണുന്നത്. ആ വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ സമയത്തെങ്കിലും ഈ പറയുന്ന ആചാര്യന്മാരുടെ ചെയ്തികളോട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആചാര്യന്മാരുടെ ചെയ്തികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന്റെ ചെയ്തികളെ സഹായിക്കാൻ വേണ്ടി ഇവരുടെ വാക്കുകൾ പിൻകാലത്തുണ്ടാവും. അതോടെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്നാനഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു വരവ് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ മഹാകുംഭമേള ഇപ്പം കഴിഞ്ഞു. ഇനി ഒരു 144 വർഷം കഴിയുമ്പം ഉറപ്പായിട്ടൊരു മഹാകുംഭമേള ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലേ? അതുപോലെ തന്നെ ഇനിയൊരു കുംഭമേള എന്ന് പറയുന്നത് അടുത്തിനി 2038 അല്ലേ? അതായത് 12 വർഷം കൂടുമ്പോൾ 12 വർഷമാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ കേരളത്തിലുള്ള കുംഭമേള ഇനിയിപ്പം 28 എന്ന് പറയുന്നു. അതൊരു കുംഭമേള തുടങ്ങിയിട്ട് പിന്നെ ഇനി അടുത്ത് 2040 അടുത്ത് കേരളത്തിലെ അവരിപ്പോ പറയുന്നു. കാരണം ഇത്തരം അവർ പ്രതീക്ഷിച്ചില്ല, നടത്തുന്നവർ ഇത്തരം പ്രതീക്ഷിച്ചില്ല. അവരൊരു ചെറിയൊരു പരിപാടി, കാരണം അവർ ഈ നടത്തുന്ന ഒരു പരിപാടിയിൽ ഇത്രയധികം ജനങ്ങളെന്നും ഇങ്ങോട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. അവിടെയാണ് മാറുന്നത്. കാരണം കാഴ്ചക്കാരായിട്ടുള്ള ജനങ്ങൾ വരണമെങ്കിൽ അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളുണ്ടാവും. അവിടെയാണ് ഈ പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലുള്ള പണ്ഡിറ്റുകൾ ആരതി ഒഴിയുന്നത് അല്ലെങ്കിൽ നിളാനദി ആരാധിക്കുന്ന ചടങ്ങുകൾ അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ജനങ്ങൾ ഒഴുകുകയാണ്. സ്വാഭാവികമായി ജനങ്ങളുടെ ഒഴുക്കുണ്ടായപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 2028 അടുത്ത കുംഭമേള നടത്തുമെന്നാണ് അവർ പ്രഖ്യാപനം. കാരണം ഈ ജനങ്ങളെ കൊഴിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കേണ്ട ബാധ്യത ഈ വിഭാഗങ്ങൾക്കുണ്ട്. കാരണം നമുക്കറിയാം ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തീവ്രമായ ഹൈന്ദവ ചിന്താഗതി പുലർത്തുന്ന ഒത്തിരി ആളുകൾ, ഒത്തിരി രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇത്തരം ജനങ്ങൾ ഇവരുടെ ഒപ്പം തന്നെ നിൽക്കണമെങ്കിൽ തുടരെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങൾ അവരുടെ ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ട് തിരുനാവായിലേക്ക് വരുന്നതിന് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആ അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തിരുനാവായോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ അഹിന്ദുക്കളായ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലെന്നുള്ള ഒരു താല്പര്യം വരും കാലങ്ങളിൽ വരുമ്പോഴാണ് മതപരമായിട്ടുള്ള ശത്രുത കേരളത്തിൽ തലവെക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ ലോബിയെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെ എന്ന് പറയുന്നത് അഹിന്ദുക്കളുമായിട്ടുള്ള സംസർഗം വേണ്ടെന്നുള്ളതാണ്. അത്തരം താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമല്ല. കാരണം ഇപ്പൊ BJPയോട് ബന്ധപ്പെട്ട ചില വക്താക്കൾ പറയുന്നുണ്ട്, അതായത് ഹൈദറിന് ശേഷം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട കുംഭമേള ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ
അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല, ആ പ്രത്യേകതയോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഗവർണർ അതിന് ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട കുംഭമേള എന്ന് പറയുന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ജനങ്ങൾ, അതായത് വരുംകാലത്തെ ഏതെങ്കിലും ഒരു തലമുറ എങ്ങനെ നഷ്ടപ്പെടുത്തപ്പെട്ടു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ചരിത്രം ചികഞ്ഞ് പ്രചരിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ഈ ഹൈന്ദവ സമൂഹത്തിലുണ്ടാകും. അതിന്റെ കാരണമായിട്ട് ഹൈദരാലിയെയും ആ ഹൈദരാലിയെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാപ്പിള സമുദായത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തും. ആ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ കുംഭമേള, ആ കുംഭമേളയുടെ അതേ ചൂട് പിടിച്ച് കേരളത്തിൽ നിൽക്കുന്ന അതേ സമ്പ്രദായത്തിന്റെ എതിരാളികളായിട്ട് അതിനില്ലായ്മ ചെയ്ത കേരള സമൂഹത്തിന്റെ ശത്രുക്കളായ ഒരു വിഭാഗമായിട്ട് ഈ മാപ്പിള സമുദായത്തെയോ മുസ്ലിം സമുദായത്തെ എളുപ്പത്തിൽ അവർക്ക് വരച്ചു കാണിക്കാൻ പറ്റും. അവിടെയാണ് ഇതൊരു വലിയൊരു ആപത്ത് ഉണ്ടെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഹിന്ദുമതം എന്ന് പറയുന്നത് സഹിഷ്ണുതയുള്ള മതം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സഹിഷ്ണുതയുള്ള മതത്തിലേക്ക് തീവ്ര ചിന്താഗതിക്കാരായ ആളുകളുടെ ആശയങ്ങൾ കടന്നു വരുമ്പോഴാണ് അസഹിഷ്ണുത ഉണ്ടാകുന്നത്. ആ അസഹിഷ്ണുത എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം പെട്ടെന്ന് മതത്തിന് കീഴ്പ്പെടുന്ന ജനങ്ങളായി ഇന്ന് നിലനിൽക്കുന്നത്, മതം നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മതം ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു, മതം പൂർവാധികം ശക്തിപ്പെട്ടു കഴിഞ്ഞു. പൂർവാധികം ശക്തിപ്പെട്ടു എന്നതിന്റെ തെളിവുകളാണ് തിരുനാവായയിലേക്കുള്ള ജനങ്ങളുടെ പ്രവാഹം ഉണ്ടായിരിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രവാഹത്തോട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ പറയുകയാണ് നമ്മുടെ പൈതൃകം നശിപ്പിക്കപ്പെട്ടത് ഈ വഴിയിലൂടെയാണെന്ന് പറയുമ്പോൾ, ആ പൈതൃകം നഷ്ടപ്പെട്ട വിഭാഗങ്ങൾ ഇന്നവരാണ് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അവരെ എതിർക്കുന്നൊരു വലിയൊരു കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ടാകുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ പോലെ തന്നെ മുസ്ലിങ്ങൾ ഭയത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ വരും. എന്തായാലും നമ്മൾ കുംഭമേളയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പാർത്ഥസാരഥി സാറ് സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ എവിടെയെങ്കിലും കേട്ടതായിട്ടും പിന്നെ എൻ്റെ ഒരു അറിവിലില്ല. നല്ലൊരു ചരിത്രബോധം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടി. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ഒരു സഹിഷ്ണുതയുള്ളൊരു മതമാണ് ഹിന്ദു മതം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മതവും സഹിഷ്ണുതയുള്ളതല്ല. സഹിഷ്ണുത വന്നാൽ അത് മതമല്ലാതായി മാറുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാനത് മതം എന്നുള്ള രീതിയിലല്ല, അത് വാക്ക് മതത്തെ പിടിക്കണം. കാരണം സുപ്രീം കോടതി പോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചില കേസുകൾ വരുമ്പോൾ സുപ്രീം കോടതി അങ്ങനെ പറയേണ്ടി വരുന്നു. നമ്മൾ നിയമത്തെ അംഗീകരിക്കേണ്ടവരായതുകൊണ്ട് നമ്മളത് കൂട്ടുപിടിക്കണം അത്തരം വാക്കുകൾ. മതം എന്ന രീതിയിലല്ല സുപ്രീം കോടതി മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടാണ്. അത് സഹിഷ്ണുതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതി ഉള്ളത് കൊണ്ടാണ് എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്നു പോകാനും ജീവിക്കാനും പറ്റുന്നൊരു ഘട്ടം. അതിലേക്ക് അസഹിഷ്ണുതയുള്ള കുറേ ആൾക്കാർ അവരുടേതായിട്ടുള്ള ആശയങ്ങളോ അവരുടേതായിട്ടുള്ള അജണ്ടകൾ ചേർത്തപ്പോഴാണ് ഹിന്ദുമതം ഈ പറയുന്ന രീതിയിലേക്ക് മാറിയത്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് ശൂന്യത എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു അർത്ഥത്തിലാണ് ഹിന്ദുമതത്തെ വീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സഹിഷ്ണുത മതത്തിലാണോ നമ്മൾ ഈ പറഞ്ഞതുപോലെ അടിച്ചമർത്തലുകളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും താഴ്ന്ന ജാതിക്കാരും ഈ ജാതി വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാകുന്നതൊരു സഹിഷ്ണുതയുള്ള ഒരു മതത്തിൽ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഒരു മതം എന്ന് പറയുന്ന രീതിയിലേക്ക്, ആ മതം എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ആശയം അതിനെ പ്രബലപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആശയത്തോട് ബന്ധപ്പെട്ടവരുടെ ചെയ്തികൾ ഈ വിഭാഗം അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പ്രബലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സഹിഷ്ണുതയില്ലാത്ത വിഭാഗമായിട്ട് മാറും. കാരണം മതം എന്ന് പറയുന്ന ഹിന്ദുമതം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ആശയമാണ്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്ന മതമേ ഇല്ല. 1798 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ മതപരമായ ഒരു സംജ്ഞയായിട്ട് ഹിന്ദുമതത്തെ കൊണ്ടുവരുന്നത്. അപ്പം അതിനു മുമ്പ് ഇതൊരു കൾച്ചറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മതപരമായ ഒരു ആശയമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതപരമായ കുറേ അവകാശങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്, മതപരമായ കുറേ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ അവകാശങ്ങളിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും തെറ്റായ ഒരു പ്രവണത. ആ തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കാരണം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ജാതീയ അവസ്ഥ നിലനിർത്താനുള്ള, വർണ്ണവ്യവസ്ഥ നിലനിർത്താനുള്ള അവകാശം, ഈ അവകാശങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഹൈന്ദവത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒറിജിൻ തന്നെ പറയാം. കാരണം ഹിമാലയത്തോടും കന്യാകുമാരിയോടും ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഭൂപ്രദേശത്തെയാണ് ഹിന്ദുസ്ഥാൻ എന്നോ, അല്ലെങ്കിൽ ആ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഹൈന്ദവർ, ആ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത്. കാരണം
ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടാകുന്ന ഘടകങ്ങൾ ഒരു വ്യക്തിയുടെ ചിന്തയെയും അവന്റെ സ്വാതന്ത്ര്യത്തെയും കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഹിമാലയത്തിനും ഈ പറയുന്ന കന്യാകുമാരിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്ത് ജീവിക്കുന്നവരെല്ലാവരും തന്നെ ഹൈന്ദവരാണെന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വലിയൊരു വിശാലമായ ഒരു ലോകത്തിന്റെ അംഗങ്ങൾ എന്ന രീതിയിലാണ് ഹൈന്ദവത എന്ന് പറയുന്ന ഒരു സംഭവം സഹിഷ്ണുതയുള്ളതെന്ന് ഞാൻ പറയുന്നത്. ഒരു മതപരമായിട്ടുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അത് മാറുമ്പോൾ, മതപരമായ ഒരു ചട്ടക്കൂടിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ ചെയ്തികൾ മൂലമാണ് വലിയൊരു സംസ്കാരം നമ്മൾക്ക് തള്ളിപ്പറയേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ അത് മതപരമായി മാറിയത് എപ്പോഴാണെന്നുള്ളതാണ്. കാരണം മതപരമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് അത് സഹിഷ്ണുത ഇല്ലാതായിട്ട് നമുക്ക് മാറുന്നത്. മറ്റു നമുക്ക് കാരണം ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ നിലനിൽക്കുന്ന പോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ തീവ്രമായിട്ടുള്ള മനുഷ്യവിഭാഗത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുമ്പോഴും ഒരു മതമായിട്ടല്ല ഈ സംസ്കാരം രൂപപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം മതമായിട്ട് അങ്ങനെ ആക്കിയപ്പോൾ ആ മതമായിട്ട് ആക്കിയതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ ഹൈന്ദവ സമൂഹത്തിലുള്ള നമ്മൾ ഉൾപ്പെടുന്ന ആർക്കും ഇല്ലെന്നുള്ളൊരു ബോധമാണ് എന്നിൽ നിലനിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ നിലവിൽ കാണുന്നതെല്ലാം ഈ മതപരമായിട്ടുള്ള ഹൈന്ദവതയാണ് നമ്മളിപ്പം കാണുന്നത്. ഈ നമ്മളെ ഇനിയിപ്പം വരാൻ പോകുന്ന കുംഭമേള ഇത് എങ്ങനെയാണ് നമ്മളെ ഈ രാജ്യത്തെയും നമ്മളെ കേരളത്തിലെയും ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് അത് വരട്ടെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ശാസ്ത്ര പ്രചരണവും മറ്റു കാര്യങ്ങളുമായിട്ട് ഇത് പോവുക. 21ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലാത്തൊരു കാര്യമാണ്. ഈ പറഞ്ഞത് എന്താണോ നേരത്തെ ഉള്ള കോൺസെപ്റ്റ് അതൊന്നും അല്ല. കുംഭമേളയ്ക്ക് ഇപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുംഭമേളയെക്കുറിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള ചരിത്രം നമ്മളോടൊപ്പം പങ്കുവച്ച പാർത്ഥസാരഥി സാറിന് ചാനൽ 13.8 പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.